രാവിലെ എണീക്കുമ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടല്ല, കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്വെറ്റർ അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഈ ചൂടിൽ നിന്ന് തണുപ്പിലോട്ട് മാറുമ്പോൾ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ ഇഞ്ചി ഇട്ടിട്ടാണ് ചായ ഇടാറ്. ഇഞ്ചി ഇട്ട് കുടിച്ച് ആ ഒരു ഇഞ്ചി ചായ രാവിലെ കുടിക്കുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ ചേട്ടൻ ഇഞ്ചി ഇട്ട് ചായ കുടിക്കാൻ പറഞ്ഞാൽ എനിക്കായിരുന്നു ഇവിടെ ദേഷ്യം. വേണ്ട, ഇഞ്ചി ഇട്ട് ഞാൻ ഉണ്ടാക്കി തരൂല എന്ന് പറഞ്ഞിട്ട്. ചായയൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ അരി അരയ്ക്കാറേ ഇല്ല കേട്ടോ. കുറേ ദിവസമായി മടിയാണ്. ഉച്ച കഴിയുമ്പോൾ പിന്നെ എനിക്കറിയാം അരച്ച് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. രാവിലെ എന്തായാലും ഉണ്ടാക്കാൻ പറ്റൂല എന്ന്. പിന്നെ അതുകൊണ്ട് രാവിലെ അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇപ്പോൾ വലിയ മടിയൊന്നുമില്ല. ഒരു ദിവസം പുട്ടുണ്ടാക്കി പിറ്റേന്നും പുട്ടുണ്ടാക്കിയാൽ ഇവിടെ എല്ലാവർക്കും മുഖത്തിനൊരു ഗൗരവം കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് ചപ്പാത്തി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രാവിലെ ലേശം കട്ടി പിടിച്ച് തുടങ്ങി. എന്നാലും നമുക്ക് ലൂസായിട്ട് എടുക്കാം. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ പൊട്ടിച്ചെടുക്കേണ്ട അവസ്ഥയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എഗ് റോൾ ഉണ്ടാക്കി കൊടുക്കാമെന്നേ. അതാകുമ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഈ ചപ്പാത്തി കുഴയ്ക്കുന്ന പാത്രം ഈ ഇടയായിട്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ലതാണ്. അതായത് നോർത്ത് സൈഡിലൊക്കെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാറ് ഈ ഒരു വലിയ പാത്രത്തിലാണ്. അതാകുമ്പോൾ അവർക്ക് ഒരുപാട് എമൗണ്ട് ഉള്ളതുകൊണ്ട് വെളിയിൽ പോകാതെ ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് വേറെ 2-3 പാത്രത്തിൻ്റെ ആവശ്യമില്ല. എനിക്കാണെങ്കിൽ മാവ് കുഴയ്ക്കാൻ ഒരു പാത്രം, മാവ് ഇട്ട് വയ്ക്കാനും പരത്താനും ഒക്കെ വേറെ, അങ്ങനെ. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് മാവ് ഇട്ടിട്ട് അതിൽ മുക്കി എടുക്കാം. അതുകൊണ്ട് 2-3 പാത്രത്തിൻ്റെ ആവശ്യമില്ല. എഗ് റോളിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കവും സവാളയും ക്യാരറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് എനിക്ക് സൺഫ്ലവർ ഒന്നും ഇല്ല, തീർന്നു പോയി. അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ചങ്ങ് വഴറ്റാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ ഏകദേശം ഒരു 4-5 ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തു. പിന്നെ ഞാൻ ഓരോന്നും ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങ് പരത്തിയെടുക്കാറേ ഉള്ളൂ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അതിനിടയ്ക്ക് ഈ ഒരു തവയും നല്ലതാണ് കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിയതാണ് ഓൺലൈനിൽ നിന്ന്. നല്ല തവയാണ് കേട്ടോ. നമുക്ക് മീൻ വറക്കാം, എനിക്ക് തോന്നുന്നു ദോശ ചൂടാം, മുട്ട പൊരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ നല്ല പൊങ്ങി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ ഞാനങ്ങ് 2 സൈഡിലും മുട്ട മറിച്ചിട്ട് കൊടുത്തിട്ടില്ല. ഒരു സൈഡിൽ വെന്ത് വന്നപ്പോൾ ചപ്പാത്തിയും കൂടി ഇട്ടിട്ട് ആ ഒരു സൈഡ് തിരിച്ചിടുക. എന്നിട്ട് ആ മുട്ടയിലോട്ട് കുറച്ച് കൂടുതൽ ടൊമാറ്റോ സോസ് അങ്ങ് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കണേ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഇതിൽ തക്കാളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. അതും കൂടെ ഇട്ടിട്ട് ഒരു സൈഡ് ഒന്ന് തിരിച്ച്, അതായത് ഒരു ഒതുക്കി പിടിച്ചിട്ട് വേണം നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ. ഇല്ലെങ്കിൽ 2 സൈഡിൽ കൂടെ ഇങ്ങ് പോരും കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം ബാക്കി ഫില്ലിങ്സ് അങ്ങ് നിറച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ അങ്ങ് താഴെ പോരുവേ. ഫോയിൽ പേപ്പർ വെച്ച് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചൂടോടെ ഇരിക്കും. എൻ്റെ കയ്യിൽ തീർന്നു പോയി കേട്ടോ. അപ്പോൾ 2 തന്നെ മതിയാവും. ഇത് അവർക്ക് കഴിക്കുമ്പോൾ വയറങ്ങ് നിറയും. കാത്തൂട്ടിക്ക് 2, തനൂട്ടിക്ക് ചെറിയ 2 വെച്ചിട്ടുണ്ട്.